പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പകൽക്കാലം എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പകൽക്കാലത്തെ ചിന്താവിഷയം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുള്ളവ എന്നും അറിഞ്ഞു അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് പരീക്ഷ. അത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായ ഒരനുഭവങ്ങളിലൂടെ ആ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കും. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എന്തെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. എന്നാൽ ദൈവം കൽപ്പിച്ചത് എന്ത് പരീക്ഷ നേരിട്ടാലും അത് തരണം ചെയ്യുവാൻ അബ്രഹാം ഒരുക്കി. അതുപോലെയാണ് നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവ് പറയുന്നു, പരീക്ഷകൾ ശോധനകൾ എന്ന ജീവിതത്തിൽ വന്നാൽ അത് സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അവരുടെ ഭീഷണിയെങ്കിൽ ഭയപ്പെടുകയും കുലുങ്ങിയുമരുത്. എന്നാൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ജീവകിരീടമാണ്. പലവിധമായ കിരീടങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. തേജസ്സിൻ്റെ വാടാത്ത കിരീടം. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ജീവകിരീടം പരീക്ഷ സഹിക്കുന്ന മനുഷ്യനുള്ളതാകുന്നു. തേജസ്സിൻ്റെ കിരീടം കർത്താവിൻ്റെ വേല ചെയ്യുന്ന ശുശ്രൂഷകർക്കും കൂട്ടത്തെ സഭ മാതൃകയായി അധ്യക്ഷത ചെയ്യുന്നവർക്കുമുള്ളതാണ് തേജസ്സിൻ്റെ കിരീടം. നീതിയുടെ കിരീടം. വിശ്വാസത്തിൽ നല്ല പേർ വരുതുകയും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു കർത്താവിൻ്റെ പ്രത്യക്ഷയായി കാത്തിരിക്കുന്നവർക്ക് നൽകുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ പറയുന്നു, 2 തീമോഥെയോസ് 4:8, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ഏവർക്കും ലഭിപ്പാനിടയാകും. അപ്പോൾ പ്രത്യക്ഷത വേലയിൽ വർദ്ധിച്ചു വരുവാൻ പ്രത്യക്ഷയിൽ പ്രിയം വയ്ക്കുന്നവർക്ക് ലഭിപ്പാനിടയാകും. അപ്പോൾ പ്രശംസാ കിരീടം, അതുപോലെ വാടാത്ത കിരീടം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശ, സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു നിങ്ങളല്ലയോ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം വാഗ്ദത്തം ചെയ്ത ജീവകിരീടം, തേജസ്സിൻ്റെ കിരീടം, നീതിയുടെ കിരീടം, വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, പൊൻകിരീടം ഇവ നൽകി മാനിക്കുവാൻ, അനുഗ്രഹമായി തീരുവാൻ, ദൈവരാജ്യത്തിന് അവകാശമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹമുള്ള കർത്താവേ, ഹല്ലേലൂയ. പരീക്ഷ സഹിച്ച് കൊള്ളാവുന്നവരായി തെളിഞ്ഞു